നേപ്പാൾ കലാപത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഇന്ത്യക്കാരിയും ഉത്തർപ്രദേശ് ഗാസിയാബാദിൽ നിന്നുള്ള രാജേഷ് ഗോളയാണ് കൊല്ലപ്പെട്ടത്. അക്രമികൾ തീവച്ച ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മരിച്ചത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ വായിച്ചിരുന്നു. ബൽറാം, നേപ്പാളിലെ കലാപം നടങ്ങുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മരണത്തിന്റെയും ഈ പ്രക്ഷോഭകാരികൾ അക്രമത്തിൽ കൊല്ലപ്പെട്ടവരുടെയും ഒക്കെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. അതിൽ പുറത്തുവരുന്ന ആദ്യ വിവരങ്ങളിൽ പെട്ടതാണ് രാജേഷ് ഗോളയുടെ പേരെന്ന് തോന്നുന്നു. ബൽറാം, ഗാസിയാബാദിൽ നിന്നുള്ള രാജേഷ് ഗോളയാണ് കൊല്ലപ്പെട്ടത്. അക്രമികൾ തീവച്ച ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മരിച്ചത്. ബൽറാം നെടുങ്ങാടി തുടരുന്നു. ബൽറാം, വെടിയേറ്റ് മരിച്ച പ്രക്ഷോഭകാരികളുടെ എണ്ണത്തിലെ വർധന നമ്മൾ കഴിഞ്ഞ ദിവസം കാണുന്നുണ്ട്. പ്രക്ഷോഭകാരികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തിലും വർധനവുണ്ടാകുമോ ബൽറാം? ഹഷ്മി, അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ഈ പ്രക്ഷോഭകാരികൾ 2 ദിവസമായി നേപ്പാളിൽ നടത്തിയ അക്രമങ്ങളിൽ ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിൽ ഒരു ഇന്ത്യക്കാരിയും ഉൾപ്പെട്ടിരിക്കുന്നു. ഗാസിയാബാദ് സ്വദേശിയായ രാജേഷ് ഗോളയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അക്രമകാരികളുടെ ആക്രമണത്തിനിടെ ഇവർ പശുപതിനാഥ ക്ഷേത്ര ദർശനത്തിനായി ഭർത്താവ് രാംവീർ സിംഗ് ഗോളയ്ക്കൊപ്പം നേപ്പാളിൽ എത്തിയതായിരുന്നു. ഇവർ തങ്ങിയിരുന്ന ഹയാത്ത് ഹോട്ടലിലും അക്രമികൾ തീവയ്ക്കുകയായിരുന്നു. ഹോട്ടലിന് തീവെച്ചതോടെ രക്ഷപ്പെടാനായി 4ാം നിലയിൽ നിന്നും ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ രാജേഷ് ഗോള താഴെ വീണ് ഗുരുതരമായി പരിക്കേറ്റത്. ആ സമയത്ത് വലിയ സംഘർഷമായത് കൊണ്ട് തന്നെ ഇവരുടെ ഭർത്താവ് മറ്റൊരു വഴി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് ഈ രാജേഷ് ഗോളയെ നേപ്പാൾ സൈന്യം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയ്ക്കിടെ ഇവർ മരിക്കുകയായിരുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ഇവരുടെ മൃതദേഹം ഇപ്പോൾ ത്രിഭുവൻ യൂണിവേഴ്സിറ്റി ടീച്ചിങ് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്നുമാണ് ലഭിക്കുന്ന വിവരം. ഇതുവരെയും മൃതദേഹം മടക്കി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ അക്രമ സംഭവങ്ങളിൽക്കിടെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ മരിച്ചവരുടെ എണ്ണം വർദ്ധിച്ചതോടൊപ്പം തന്നെ ഈ അക്രമ സംഭവങ്ങൾക്കിടെയും ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന ചിത്രം വ്യക്തമാകുന്നത്. അതേസമയം നേപ്പാളിലെ താൽക്കാലിക സർക്കാരിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അത് തുടരുകയാണ്. ഇന്ന് രാവിലെ 9 മണിക്ക് വിളിച്ച യോഗം ഉച്ചയ്ക്ക് 2 മണിക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അശ്മി, ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.